പ്രധാനമന്ത്രിയുമായുള്ള ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ കൂടിക്കാഴ്ച സൗഹാർദ്ദപരമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ന്യൂനപക്ഷ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നു. പ്രശ്നപരിഹാരത്തിന് പ്രധാനമന്ത്രി ഇടപെടുമെന്നും ഉറപ്പ് നൽകി. തുടർ ചർച്ചകളും കൂടിക്കാഴ്ചകളും ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു കർട്ടസി വിസിറ്റുമായിരുന്നു. ഇതുപോലെ മൈനോറിറ്റി റൈറ്റ്സിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ, പിന്നെ അവർക്ക് വേണ്ടി എന്താണ് സർക്കാരിന്ന് സഹായം എന്ന് ഒരു ജനറലായിട്ടൊരു ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആർക്കാണെങ്കിലും എന്ത് സഹായം ചോദിച്ചാൽ ഞങ്ങളതിന് മനസ്സിലാക്കാനും അതിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണ്. അദ്ദേഹം പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ഐ ആം അറ്റ് യുവർ സർവീസ്, ഐ ആം ഓൾവേസ് അറ്റ് യുവർ സർവീസ് എന്നാണ്. അങ്ങനെയാണ് വാക്ക് ഉപയോഗിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി. മൈനോറിറ്റി റൈറ്റ്സ്, മൈക്രോ മൈനോറിറ്റി റൈറ്റ്സിനെ കുറിച്ച് ഒരു ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഡിസ്കഷനെ കുറിച്ചൊരു ഒരു 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 പാസിംഗ് റെഫറൻസ് ഉണ്ടായിരുന്നു ഇന്ന്. അത് പ്രൈം മിനിസ്റ്റർ പറഞ്ഞു അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അതിനെക്കുറിച്ച് ഒരു കോൺക്രീറ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ അത് കേൾക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രൈം മിനിസ്റ്റർ പറഞ്ഞു. പ്രധാനമന്ത്രിയുമായുള്ള എസ് ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, പ്രധാനമന്ത്രിയുമായുള്ള ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായിരുന്നു എന്നാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമായത്, സംസാരിച്ചത്? രോഹിണി, പ്രധാനമന്ത്രിയുമായുള്ള ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ കൂടിക്കാഴ്ച അതൊരു സൗഹൃദ സന്ദർശനമായിരുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഈ മത മേലധ്യക്ഷന്മാർ മാധ്യമങ്ങളെ കാണും എന്നറിയിച്ചിരുന്നെങ്കിലും അവർക്ക് മടങ്ങുന്നതിനുള്ള ഫ്ലൈറ്റ് അത് നേരത്തെ ആയതിനാൽ അവർ വളരെ വേഗം പോവുകയാണ് ഉണ്ടായത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനാണ് മാധ്യമങ്ങളെ കണ്ടത്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ഇല്ലെന്നും എല്ലാ വിഷയത്തെയും രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴയ്ക്കരുതെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പറയുകയുണ്ടായി. ന്യൂനപക്ഷ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ നടന്നു. അതിന് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് മൈക്രോ മൈനോറിറ്റി റൈറ്റ്സ് സംബന്ധിച്ച് ചില ചർച്ചകളൊക്കെ തന്നെ നടന്നു എന്നുള്ള കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ട്. ഛത്തീസ്ഗഡ് സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത്തരം ജനറലൈസ് ചെയ്ത ചർച്ചകൾ ഉണ്ടായിട്ടില്ല, ആ വിഷയമേ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടുത്തെ നിയമ വ്യവസ്ഥ എന്താണോ വിഭാവനം ചെയ്യുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകും എന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ ചൂണ്ടിക്കാട്ടി. ക്രൈസ്തവ സഭകളുമായി തുടർ ചർച്ചകളും കൂടിക്കാഴ്ചകളും ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്നും രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി. നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച വളരെ സൗഹാർദ്ദപരമായിരുന്നു എന്നുള്ളതാണ്. വളരെ സന്തോഷത്തോടെയാണ് ഈ മതമേലധ്യക്ഷന്മാർ പിരിഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.